വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. ഒരു വട്ടം പഞ്ചായത്ത് മെമ്പറായി ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന അംഗം ശ്രീ സാജു കുന്നപ്പള്ളിയാണ് വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റിട്ടുള്ളത്. അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി ശ്രീ തേജസ് ജോണിന് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. മറ്റൊന്നുമല്ല, എനിക്ക് കൂടുതൽ യോഗം നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുയോഗമാണ് നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങളുടെ അനുഭവത്തോടു കൂടി തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ വിജയിച്ചു വന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു വന്ന സാജു ചേട്ടനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യ സെഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നല്ല രീതിയിലുള്ള സപ്പോർട്ടും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാവും, വ്യക്തിപരമായിട്ടും ഭാഗത്തുനിന്നുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 മെമ്പർമാരും അവരുടെ കർത്തവ്യം നിറവേറ്റിയാൽ തന്നെ പഞ്ചായത്തിന്റെ പൊതുവായ വികസനം സാധ്യമാകുന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഏറിക്കൊണ്ട് മുഴുവൻ മെമ്പർമാരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവരുടെ കർമ്മം നിറവേറ്റി അത് പഞ്ചായത്തിനെ മികച്ച പഞ്ചായത്തായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവണം. അതിനുള്ള പൂർണ്ണമായ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന പ്രതീക്ഷയും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ഒരിക്കൽ കൂടി വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സാജു കുന്നപ്പള്ളിയും പ്രസിഡന്റായിട്ടുള്ള ഷാനി അബ്രാമിനെയും മുഴുവൻ പേരെയും അഭിനന്ദിച്ചുകൊണ്ടതോടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ചടങ്ങുകൾക്കെല്ലാം സംബന്ധിക്കുന്ന നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, പഞ്ചായത്തിന്റെ ജീവനക്കാരുണ്ട്. മുഴുവൻ പേരെയും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അനുവാദത്തോടു കൂടി എന്നെ പോകാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുവാദം മേടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഷാനി അബ്രഹാം, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സാജു കുന്നപ്പള്ളി, പ്രിയങ്കരായ ആറോ ജയശ്രീ മാഡം, അതുപോലെ ബഹുമാനായ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടെയാണ് നമ്മൾ രാവിലെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു ഷാനി അബ്രഹാമിനെ. അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിയൊന്നും ഇല്ലാതെ സാജു കുന്നപ്പള്ളി തിരഞ്ഞെടുത്തു. സാജു കുന്നപ്പള്ളിയെ പറ്റി പറയുമ്പോൾ ശരിക്കും കേരളത്തിൽ വേറെ ഒരിടത്തും ഉണ്ടാകാത്ത അപൂർവമായ ഒരു സംഭവമായിരിക്കും മാറാടി പഞ്ചായത്തിൽ. ഒരുപക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വൈസ് പ്രസിഡന്റിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വൈസ് പ്രസിഡന്റ് സ്ഥാനം
ഭർത്താവ് വാങ്ങുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മാറാടി പഞ്ചായത്തിൽ മാത്രമായിരിക്കും അല്ലേ? വേറെടുത്തും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ വേറെ പോസ്റ്റ് കാണും, പക്ഷെ വൈസ് പ്രസിഡന്റ് വനിത വൈസ് പ്രസിഡന്റ് ഭാര്യ, അത് കഴിഞ്ഞിട്ട് ഭർത്താവ്. അപ്പൊ എന്താണെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പൊ എന്താണെങ്കിലും സാധിച്ചതിനെ സംബന്ധിച്ച് വൈസ് പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് ആവാൻ യോഗ്യതയുള്ള ആള് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ മാതൃക, എനിക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് ശരിക്കും പല ആളുകളും പല തൊഴിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. പക്ഷെ സാധിച്ചതിനെ സംബന്ധിച്ച് 24 മണിക്കൂറും എന്റെ സേവനം എവിടെയാണ് ആവശ്യം എന്ന് ചോദിച്ചു നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് സാജു കുന്നപ്പള്ളി മാത്രം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു മീറ്റിങ്ങിലൂടെ തന്നെ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മൂന്നാമത് പാതിരാത്രി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ലൈവാനെ വിളിച്ച് സെറ്റിംഗ് ചെയ്യും. അതൊക്കെ പുള്ളിക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ അത് ഒരു മാതൃക തന്നെയാണ്. കാരണം ഒരു കാര്യത്തിലും ഒരു വീഴ്ചയില്ലാതെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തനമാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പ്രായോഗിക ബുദ്ധിയോടെ ജനപ്രതിനിധികൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മികച്ച നേട്ടമായിട്ട് മുന്നേറാൻ കഴിയും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന്, പ്രത്യേകിച്ച് സാഹിത്യത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ പ്രസിഡന്റിന് അതുപോലെ മറ്റുള്ളവർക്കും ആ രീതിയിൽ മുന്നേറാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഏറ്റവും അടിവരയിട്ട് പറയാനുള്ളത്, ഇവിടെ മാറാടി പഞ്ചായത്തിൽ പ്രതിവർഷം ഉണ്ടാകരുത്, ഭരണവർഷം ഉണ്ടാവുള്ളൂ. 14 പേരും ഭരണവർഷമായിരുന്നു. ഒരു പൈസ പങ്കിടുമ്പോഴോ അതല്ലെങ്കിൽ ഒരാളെ പോലും ഏത് തീരുമാനം എടുക്കുമ്പോഴും മാറ്റി നിർത്താതെ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ രാവിലെ ബാബുപോള് പറഞ്ഞതുപോലെ അതുപോലെ പ്രസിഡന്റ് ആവർത്തിച്ചതുപോലെ ഒരു പാലയിൽ കോർത്ത പൂ പോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. എന്നാലേ ശാന്തി സമാധാനവും ഐശ്വര്യവും ഈ പഞ്ചായത്തിൽ ഉണ്ടാവുള്ളൂ. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ച് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്തിലെ സ്റ്റാഫ് അംഗങ്ങള്, പ്രത്യേകിച്ച് ഇവിടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഇത് കാണുവാനും ആശംസകൾ അർപ്പിക്കാനും എത്തിച്ചേർന്നിട്ടുള്ള ബഹുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ശ്രീ OP ബേബി സൂചിപ്പിച്ചതുപോലെ പരിചയസമ്പന്നനായ ഒരു വൈസ് പ്രസിഡന്റിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പരിചയസമ്പന്നനായ ഒരു വൈസ് പ്രസിഡന്റ് കൂടിയാണ് കിട്ടിയത്. തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ഗതിവേഗം കൂട്ടാൻ ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ രാവിലെ സൂചിപ്പിച്ചതുപോലെ മാറാടി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും 12 മെമ്പർമാരും അടങ്ങുന്ന ഭരണസമിതി ഇവിടെ ഭരണം നടത്തട്ടെ. അവർക്ക് വിജയം വരിക്കുവാൻ ദൈവം സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. മാറാടി ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് മാറുവാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ സംഘടനയും അതോടൊപ്പം ഉറച്ചു നിൽക്കും എന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ആശംസകളും നേരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് അഡ്വക്കേറ്റ് VG ഇലിയാസ്, RO സെക്രട്ടറി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ OP ബേബി, മണ്ഡലം പ്രസിഡന്റ് ശ്രീ PP ജോളി, മെമ്പർമാര്, സ്നേഹം നിറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ദിവസം കാരണം രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് നമ്മുടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നല്ല പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ നല്ല വൈസ് പ്രസിഡന്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 5 വർഷത്തെ ഭരണം ഏത് രീതിയിലായിരുന്നു? നമുക്ക് ഒരു മാതൃകാ ഭരണം. നമ്മുടെ ബഹുമാനായ കുന്നപ്പള്ളിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളെ ഏത് സമയം ആ വാർഡിൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ അദ്ദേഹം ആ വാർഡിൽ എവിടെയെങ്കിലും ഉണ്ടാവും, ഒരു സംശയമില്ല. അത്രമാത്രം ആ വാർഡിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ സാജു കുന്നപ്പള്ളി. എനിക്ക് പറയാൻ ഈ അവസരത്തിൽ പറയാനുള്ളത്, അദ്ദേഹം ആ വാർഡിനെ സ്നേഹിച്ചതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ഈ മാറാടി പഞ്ചായത്തിനെ കൂടി സ്നേഹിക്കണം. അതുപോലെയുള്ള പ്രവർത്തനം നമ്മുടെ ഈ മാറാടി പഞ്ചായത്തിൽ ഉണ്ടാകണം
എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. അടുത്ത കാലങ്ങളിൽ മറ്റുള്ള സമയങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഒരു തുടർഭരണം കിട്ടി. ഇത് നിലനിർന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും മെമ്പർമാരുടെ ഭാഗത്തു നിന്നും അതിലുപരിയായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് മാറാടി പഞ്ചായത്തില് എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാറുള്ളത്. ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. അതിനുള്ള കഴിവും പ്രാപ്തിയും ദൈവം നൽകട്ടെ എന്ന ഒരിക്കൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ജയ് ഹിന്ദ്. പഞ്ചായത്ത് അംഗങ്ങളെ, എൻ്റെ സഹമെമ്പേഴ്സ്, പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് രാവിലെ നമ്മുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. സാഹചര്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുൻ പ്രസിഡന്റ് സംസാരിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല രീതിയിലുള്ള സേവനങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് 14 വാർഡുകളിലേക്കും സേവനങ്ങൾക്ക് മുതൽക്കൂട്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ, ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് ജീവനക്കാരെ, പ്രിയ മാറാടി നിവാസികളെ, ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം എൻ്റെ വാർഡിലെ ആളാണ് സായിച്ചേട്ടൻ, ഞങ്ങളുടെ വാർഡിൻ്റെ മെമ്പറാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ വാർഡിൽ നിന്നായിരുന്നു അജി സാജു. ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ഭാര്യ ഭർത്താവിന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. അതിൽ ഞങ്ങളും സന്തോഷവാന്മാരാണ്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ വാർഡിന് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നതിലുപരി എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടുമായി നിൽക്കുന്ന ആളാണ് സായിച്ചേട്ടൻ. ഏത് രാത്രിയിലാണേലും എന്താവശ്യമുണ്ടെങ്കിലും സായിച്ചേട്ടൻ വിളിക്കാണ്ട് തന്നെ അവിടെ എത്തിച്ചേരും. എങ്ങനെ എത്തുന്ന ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല. അവിടെ എത്തുന്ന ആളെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അപ്പോൾ ഞങ്ങൾ വളരെ അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ വാർഡിന്റെ ആൾക്കാർ, 5ാം വാർഡിന്റെ ആൾക്കാർ. ഇപ്പോൾ ആയത് കാരണം കൊണ്ട് ഞാൻ മിക്കവാറും ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ 4ാം വാർഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലൈറ്റ് കത്തുന്നില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട പറഞ്ഞാൽ സാഹിചേട്ടൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വാർഡിന്റെ ഏത് ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏത് ഭാഗത്താണെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തുകയും ആ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്ത് പൊതുപ്രവർത്തന രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താവിന് സ്ഥാനം കൈമാറി എന്നതല്ല വിഷയം, അങ്ങനെയുമല്ല അർഹത. കാരണം ഇത്രയും മികവുറ്റ ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും 5ാം വാർഡിലും സമീപ പ്രദേശങ്ങളിലും കിട്ടിയ സേവനങ്ങൾ ഇനി പഞ്ചായത്തിന്റെ 14 വാർഡിലും ഉണ്ടാകും. അദ്ദേഹത്തിന് പ്രസിഡന്റ് ഷാജി ചേച്ചിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും സാജു കുന്നപ്പള്ളി എന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. എന്താണെങ്കിലും സാജിച്ചേട്ടനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാജിച്ചേട്ടന് ഏറ്റവും നന്നായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു മെമ്പർ ആയത് കാരണമുണ്ട് തൊട്ട് അയൽപക്കത്തുള്ള ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ഒട്ടും മോശമാകാൻ കഴിയില്ല. കാരണം അദ്ദേഹം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ കൂടെ എത്താനെങ്കിലും, കാരണം ഞാനൊരു കുറച്ച് ദൂരെയുള്ളൊരു പ്രദേശത്ത് താമസിക്കുന്ന ആളാണ്, അദ്ദേഹത്തിനോട് ഒപ്പം എത്താനുള്ള ഒരു ശ്രമഫലമായിട്ടാണ് ഞാൻ പലപ്പോഴും എന്റെ വാർഡിലെ പ്രവർത്തനങ്ങളെ കണ്ടിട്ടുള്ളത്. എന്താണെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി നിസ്സംശയം നമ്മളോട് പറയാൻ കഴിയും, അത് സാജു കുന്നപ്പള്ളിയെ മാതൃകയാക്കണം എന്ന്. എന്താണെങ്കിലും ഏറ്റവും പ്രിയങ്കരനായ സാഹിചേട്ടന് എല്ലാവിധ നന്മകളും ആശംസകളും നേടാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. എന്താണെങ്കിലും മാറാടി പഞ്ചായത്തിന്റെ ഇനിയുള്ള 5 വർഷത്തേക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാഹിചേട്ടന് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ പ്രിയങ്കരിയായ ഷാജി ചേച്ചിക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് ഷാൻഡി എബ്രഹാം, അതുപോലെ തന്നെ ഇപ്പൊ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സായിച്ചേട്ടൻ, അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ സ്റ്റാഫ് അംഗങ്ങളെ, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെ, മുൻ പ്രസിഡന്റ് OP ബേബി, മണ്ഡലം പ്രസിഡന്റ് നമ്മുടെ ജോളി ചേട്ടൻ, വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ, രാവിലെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മാറാടി പഞ്ചായത്തിന്റെ ഒരു സന്തോഷത്തിന്റെ സുദിനം 2ാം ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ.
അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യം തന്നെ ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു മെമ്പർ ആയെങ്കിൽ എൻ്റെ കൂടെ എപ്പോഴും കൂടെ നിന്നിരുന്നത് സായിച്ചേട്ടൻ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു എനിക്ക് സന്തോഷമല്ല, എനിക്ക് സങ്കടം തന്നെയാണ് വന്നത്. സന്തോഷത്തിന്റെ സങ്കടമാണ്, വേറെ ഒന്നും കരുതരുത്. ആ സായിച്ചേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും കൂടെ നിന്നത് കൊണ്ടാണ് ആദ്യം ഞാൻ നിന്നു, രണ്ടാമത് സായിച്ചേട്ടൻ നിന്നു, മൂന്നാമത് ഞാൻ നിന്നു, നാലാമതും സായിച്ചേട്ടനെ ദൈവം ജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എത്താനായിട്ട് ദൈവം സഹായിച്ചതിനെ ഓർത്ത് വീണ്ടും വീണ്ടും ഞാൻ നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. മാറാടി പഞ്ചായത്ത് ഉന്നതങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സെക്രട്ടറി, മുൻ പ്രസിഡന്റ് ഒ പി ബേബി, മണ്ഡലം പ്രസിഡന്റ് പി പി ജോളി, പ്രിയപ്പെട്ട മെമ്പർമാര്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സായിച്ചേട്ടൻ്റെ കൂടെ 5 വർഷം മെമ്പറായിരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ കൂടെ ഉൾപ്പെട്ടതാണ് ശ്രീമതി ബിന്ദു, ശാന്തി, സായിച്ചേട്ടൻ. ഞങ്ങൾ 4 പേര് പഴയ ഭരണസമിതിയിലുള്ളവരാണ്. പ്രസിഡന്റ് പറഞ്ഞു ഈ അപൂർവ ഇനം സസ്യം എന്നൊക്കെ പറഞ്ഞതുപോലെ അപൂർവതയുള്ള ഒരു ഫാമിലിയാണ് ജീവി. അതുപോലെ അത് ഈ അപൂർവത അന്യം നിന്ന് പോകാതിരിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് മുന്നേറാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീമതി ജയശ്രീ മാഡം, സെക്രട്ടറി ശ്രീ ലിജോ സാറ്, അസിസ്റ്റന്റ് മറ്റുദ്യോഗസ്ഥരെ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഒ പി ബേബി അവർ, മണ്ഡലം പ്രസിഡന്റ് ശ്രീ പി പി ജോളി, കൂടി വന്നിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ടവരെ, രാവിലെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിസന്തോഷമായിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ഒന്നിച്ചുകൂടി വീണ്ടും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും വളരെ സന്തോഷത്തോടു കൂടി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. എനിക്കുള്ള ഒരു ധൈര്യം എന്തെന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യം ഒരപ്പന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാവിധ സഹായങ്ങളും തരും. ആ ഒരു ബലത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം സാഹചര്യം എനിക്ക് 10 വർഷം മുമ്പ് തന്നെ നേരത്തെ മുതലേ അറിയാം. ഞങ്ങൾ ഒന്നിച്ച് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു. ആ ടൈമില് എന്താവശ്യങ്ങളുണ്ടെങ്കിലും അന്ന് ഞാനൊരു ശിശുവായിട്ട് ആദ്യമേ കടന്നു വന്നപ്പോൾ സാഹചര്യന്റെ അടുത്ത് സാഹചര്യ ഇതെന്താ അതെന്താ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം വളരെ വിശദമായിട്ടൊരു കുട്ടികളെ പഠിപ്പിക്കും പോലെ എല്ലാം പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് കറക്റ്റ് സമയത്ത് എല്ലാം നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തന്ന് വളർത്തിയെടുത്ത എൻ്റെ ഒരു ഗുരുവായിട്ടാണ് ഞാൻ സാഹചര്യനെ കാണുന്നത്. ആ ഗുരു വൈസ് പ്രസിഡന്റായിട്ട് എനിക്ക് സപ്പോർട്ടിനുള്ളപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ വലിയ ഭാരമൊന്നും തോന്നുന്നില്ല. വളരെ സന്തോഷം. ഒത്തൊരുമിച്ച് വൈസ് പ്രസിഡന്റും ഈ ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങൾക്കും ഒത്തൊരുമിച്ച് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിനും ഈ മാറാടി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനുമായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സാഹചര്യത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും ബഹുമാനിയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശാന്തി അബ്രഹാം, അതുപോലെ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ ശ്രീമതി ജയശ്രീ മാഡം, പഞ്ചായത്ത് സെക്രട്ടറി ലിജോ സാറ്, AS, പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങളെ, പഞ്ചായത്ത് മെമ്പേഴ്സ്, മുൻ പ്രസിഡന്റ് ശ്രീ ഒ പി ബേബി, മണ്ഡലം പ്രസിഡന്റ് ശ്രീ പി പി ജോളി, മുൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി അജീസ രാജു, മുതിർന്ന നേതാവായ ശ്രീ VG ഏരിയാസ്, അതുപോലെ നല്ലവരായ സുഹൃത്തുക്കൾ, നാട്ടുകാരെ സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പ്രസിഡന്റും സ്റ്റാഫും അതുപോലെ മെമ്പേഴ്സും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ, രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ മതവിദ്വേഷം കൂടാതെ പ്രവർത്തിച്ചാൽ നമ്മുടെ പഞ്ചായത്ത് നല്ല രീതിയിൽ വരും എന്നുള്ള ഒരാത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ഇന്ന് വരെ നമ്മുടെ പഞ്ചായത്തിൽ പല പല സമിതികളും മാറി വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു രാഷ്ട്രീയ വിദ്വേഷമോ പകയോ കൂടാതെയാണ് നമ്മൾ ഭരണസമിതി ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത്. അത് ഇനിയും തുടരണം എന്നാണ് എനിക്ക്
ആദ്യമേ നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്, നമ്മുടെ ഭരണം ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ നാടിൻ്റെ വികസനമാണ് നമുക്ക് മുന്നേ കാണേണ്ടത്. നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ കേരളത്തിലല്ല ഇന്ത്യയിലെന്നും എന്നപോലെ നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് നേടിയ പ്രസക്തിയും എല്ലാം നമുക്ക് ഇനിയും ഉയർച്ചയിലേക്ക് എത്തുവാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് എന്നിലുള്ളത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ നേതാക്കളും മുൻ പ്രസിഡന്റും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം ആരാഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭരണസമിതി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നും എല്ലാ നല്ലവരായ മെമ്പേഴ്സിനും കോട്ടത്തിൽ നിന്ന എല്ലാവർക്കും ഇത് പുതുവത്സര ആശംസ നേർന്നുകൊണ്ടും എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിവുള്ളവരാണ് ഈ മാറാടി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 14 പേരും. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മാറാൻ ശ്രീമതി ഷാൻഡി എബ്രഹാമിൻ്റെ കീഴിൽ ഈ ഭരണസമിതി അംഗങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം എനിക്കുണ്ട്. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഞാൻ ഈ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ നാട്ടുകാർക്കും വളരെയധികം പ്രയോജനം ഈ ഭരണസമിതി കൊണ്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ തെരഞ്ഞെടുപ്പുകൾ നടത്താനും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറിയുടെ സ്റ്റാഫ്, അതുപോലെ എൻ്റെ ഓഫീസിലെ സ്റ്റാഫും രാവും പകലും കഷ്ടപ്പെട്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഈ വർക്കുകൾ തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ സാജു ചേട്ടൻ ഇതിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ സാറിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും ഷാൻഡി എബ്രഹാമിന് വളരെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ സാധിച്ചേട്ടന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. അതുപോലെ ഇനിയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് 6-ാം തീയതിയാണ്. അതിനുള്ള നോട്ടീസ് അംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്.